السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് ഈ ദുനിയാവിൽ നമ്മളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മനുഷ്യന്മാരെ പരീക്ഷിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിനെയും മരണത്തിനെയും സൃഷ്ടിച്ചു. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. ധാരാളം പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ഇതുപോലെ തന്നെ പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ. ഭൂമിയിലുള്ളതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സീനത്തുള്ളതാക്കി, അലങ്കാരമുള്ളതാക്കി. ലിനബ്ലുവഹും, മനുഷ്യന്മാരെ പരീക്ഷിക്കുന്നതിനു വേണ്ടി. അയ്യുഹും അഹ്സനു അമല, അവരിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസുള്ള അമലുകൾ പ്രവർത്തിക്കുക, ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. വഅസ്വബുഹു, ഏറ്റവും ശരിയായി പ്രവർത്തിക്കുക. ഏറ്റവും ശരിയായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിനോട് യോജിച്ച രൂപത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച രൂപത്തിൽ ആരാണ് ആ രൂപത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൽ നമുക്ക് ഭയമുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരിക്കണം. അൽ ഖൗഫു വർ റജാ, ഭയവും പ്രതീക്ഷയും. അള്ളാഹുവിനെ പേടിയുണ്ടാകണം, അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാകണം. ഇത് രണ്ടും നമ്മളിൽ ഒരുപോലെ ഉണ്ടായിരിക്കണം. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ ഉണ്ടാകുന്നത് പോലെ ഒരു മുഅ്മിനിൽ അൽ ഖൗഫു വർ റജാ, പ്രതീക്ഷയും ഭയവും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും ഒരുമിപ്പിച്ച് ഒരുപാട് ആയത്തുകളിൽ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഅ്ലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. ഭയവും പ്രതീക്ഷയും ഒരുപോലെ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ആയത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അറിയണം, അല്ലാഹു അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ് എന്നറിയണം. അപ്പം അതിൽ ഭയമുണ്ട്. അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പുറത്തു തരുന്നവനാണ്, അള്ളാഹു അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനാണ് എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ നോക്കൂ, രണ്ടാമത്തേതിൽ പ്രതീക്ഷയുണ്ട്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഭയമുണ്ട്. മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുന്നു. അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടാക്കുന്നു. ഇത് രണ്ടും നമ്മളിൽ ഉണ്ടായിരിക്കണം.
അത് പ്രവാചകന്മാരുടെ ചര്യയായിരുന്നു. പ്രവാചകന്മാർ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തിരുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. പ്രവാചകന്മാർ അവർ ഖൈറാത്തുകളിൽ, നന്മകളിൽ മുന്നേറുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ അവർ വിളിക്കും, അള്ളാഹുവിനെ പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ? റഗബൻ വറഹബ, പേടി അവരുടെ മനസ്സിലുണ്ടായിരിക്കും, അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരിക്കും. പ്രതീക്ഷയും ഭയവും മനസ്സിൽ ഒരുപോലെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ വിളിക്കും. ഇപ്പൊ പ്രവാചകന്മാർ ചര്യയാണത്. പ്രവാചകന്മാർ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തിരുന്നത്. അപ്പൊ പേടി മാത്രമാകുക, അതല്ലെങ്കിൽ പ്രതീക്ഷ മാത്രമാകുക, ഇത് രണ്ടും അബദ്ധങ്ങളാണ്. അള്ളാഹുവിൽ ഒരുവന് ഭയം മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ ഖവാരിജുകളെ പോലെ പഴച്ചു പോകും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ നിരാശരായി പോകും. അതുപോലെ തന്നെ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ സൂഫികളെ പോലെ വഴിപിഴച്ചു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർക്കൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല. അപ്പം ഭയവും പ്രതീക്ഷയും ഒരുപോലെ മുഅ്മിനിൽ ഉണ്ടായിരിക്കണം. ഭയവും പ്രതീക്ഷയും ഒരുപോലെ മുഅ്മിനിൽ ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, സ്വർഗത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷ വർദ്ധിക്കും. നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഭയവും ഉണ്ടാകും. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷയും ഭയവും ഉണ്ടായിരിക്കുവാൻ ഈ കാര്യം നമ്മളെ സഹായിക്കും. ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് പഠിക്കണം. സ്വർഗത്തിനെ കുറിച്ചുള്ള ആഗ്രഹം നമ്മളിൽ വർദ്ധിക്കുന്നതിന് വേണ്ടി, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ആവേശം അത് ഊർജിതമാകുന്നതിന് വേണ്ടി, ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മത്സര ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, സ്വർഗത്തിനെ കുറിച്ചുള്ള കൊതി അത് വർദ്ധിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും വേണം. അതുപോലെ തന്നെ നരകത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. നരകത്തിൽ അതിൽ പെട്ടുപോകാതിരിക്കാൻ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി, ആ നരകത്തിൽ അകപ്പെടുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടിയൊക്കെ നരകത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായി സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുസരിക്കുന്ന അവൻ്റെ മുത്തഖികളായ അടിമകൾക്ക് ഒരുക്കി വെച്ച സങ്കേതമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വഹിയ ദാറുൽ ജാമിഅതു ലികുല്ലി നഈമിൻ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഭൂതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ച അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ ക്ലാസ് കൊണ്ട് സ്വർഗത്തിനെ കുറിച്ച് പൂർണ്ണമായി വിവരിക്കുക എന്നുള്ളത് ഒരിക്കലും പിന്നെ പ്രായോഗികമായ കാര്യമല്ല. അതേപോലെ തന്നെ ഒരൊറ്റ ക്ലാസ്സിൽ നരകത്തിനെ കുറിച്ച് വിവരിക്കുക എന്നുള്ളതും പ്രായോഗികമായ കാര്യമല്ല. ഖുർആനിലും സുന്നത്തിലും ഇത് രണ്ടിൻ്റെ വിശേഷണങ്ങളും ഇതിനെ രണ്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റൈസ് ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ പറഞ്ഞ നരകത്തിനെയും സ്വർഗത്തിനെയും വിവരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലില്ലദീന അഹ്സനുൽ ഹുസ്ന, സ്വർഗ്ഗം ആർക്കാണുള്ളത്? അഹ്സനു, സ്വർഗമുള്ളത് നന്മകൾ ചെയ്ത ആളുകൾക്കാണ്.
ആ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ്. ആ നന്മയുടെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദുള്ള നന്മകൾ ചെയ്ത ആളുകൾക്കാണ് സ്വർഗമുള്ളത്. ആ തൗഹീദ് എന്ന വലിയ നന്മ ചെയ്യാത്ത ആളുകൾക്ക് സ്വർഗമില്ല. സ്വർഗം ആർക്കാണുള്ളത്? ലില്ലദീന അഹ്സനു, നന്മകൾ ചെയ്ത നല്ലത് ചെയ്ത ആളുകൾക്ക് മാത്രമാണുള്ളത്. അൽ ഹുസ്ന, അവർക്കാണ് സ്വർഗമുള്ളത്. അവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖീങ്ങൾ അവർ തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. അവർക്ക് അവിടെ തോട്ടങ്ങളും അരുവികളും ഉണ്ടായിരിക്കും. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉദ്ഖുലൂഹാ, നിങ്ങൾ ആ തോട്ടങ്ങളിലും അരുവികളിലും പ്രവേശിക്കുക, ബിസലാമിൻ, നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ബിസലാമിൻ ആമിനീൻ, ഒരു കാര്യവും പേടിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ സുരക്ഷിതരായി നിങ്ങൾ ആ സ്വർഗഭവനങ്ങളിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹു അവരോട് പറയും. മാത്രമല്ല, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ഗില്ലും, എല്ലാ പകയും, ഹൃദയങ്ങളിൽ അവരെ ബാധിക്കാവുന്ന എല്ലാ കേടുകളും അല്ലാഹു അവരെ ഹൃദയങ്ങളിൽ നിന്ന് ഊരിയെടുക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും. ഇഖ്വാനൻ, അവരവിടെ സഹോദരങ്ങളായിരിക്കും. അലാ സുറുരിൻ മുതഖാബിലീൻ, അവർ അവിടെ കട്ടിലുകളിൽ പരസ്പരം നോക്കിക്കൊണ്ട് സഹോദരങ്ങളായി, ഒരു പകയും ഉദ്വേഷവും ഇല്ലാതെ പരസ്പരം സ്നേഹത്തിൽ അവർ നോക്കിക്കൊണ്ടിരിക്കും. ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അവരെ ഒരു ക്ഷീണവും അവിടെ ബാധിക്കുകയില്ല. വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ, അവരെ അവിടെ നിന്ന് ആരും പുറത്താക്കുകയുമില്ല, അവർ പുറത്താക്കപ്പെടുകയില്ല. അപ്പൊ നോക്കൂ, ഫഹും ഫി ഐശിൻ ഹനീഇൻ, അവർ വളരെ മനോഹരമായ ജീവിതത്തിലായിരിക്കും, അവിടെ ആസ്വാദകരമായ ജീവിതത്തിലായിരിക്കും അവർ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക. സാലിമീന മിൻ കുല്ലി സൂഇൻ, എല്ലാ തിന്മകളിൽ നിന്നും അവർ സുരക്ഷിതരായിരിക്കും. വആമിനീന മിൻ കുല്ലി ശർരിൻ, എല്ലാ തിന്മകളിൽ നിന്നും അവർ നിർഭയത്വത്തിലുമായിരിക്കും. ബിലാ ഹസദിൻ വഗില്ലിൻ, ഇവിടെ ദുനിയാവിൽ ഉണ്ടാകുന്നത് പോലെ അവർക്കിടയിൽ അസൂയയോ വല്ല പകയോ വിദ്വേഷമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ബൽ ബിനുഫൂസിൻ ഇംതലഅത് സുറൂറൻ, അവരുടെ ഹൃദയങ്ങളിൽ മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. വബ്തിഹാജൻ ബിലാ തഅബിൻ വലാ മശഖത്തിൻ, അവർക്ക് ഒരു ക്ഷീണമോ ഒരു പ്രയാസമോ, പ്രയാസമെന്ന് വിളിക്കപ്പെടാവുന്ന ഒന്നും അവർക്കിവിടെ ഉണ്ടായിരിക്കുകയില്ല. അത് താൽക്കാലികമാണോ? അല്ല. ഫീ ദാരിൽ ഖുൽദി വൽ ബഖാഇ, അവർ ശാശ്വതരായിരിക്കും. എന്നും ഈ ഒരു ജീവിതത്തിലായിരിക്കും അവർ നിലനിൽക്കുക. ആ ജീവിതത്തിൽ ഇങ്ങനെ സുഖങ്ങൾ കൂടുക എന്നുള്ളതല്ലാതെ കുറയൂല. അവരുടെ ഭംഗിയും സന്തോഷവും അനുഗ്രഹങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ സ്വർഗത്തിൽ ഒരു വെള്ളിയാഴ്ച ഉണ്ട്. ആ വെള്ളിയാഴ്ച സ്വർഗക്കാരൊക്കെ ഒരു അങ്ങാടിയിൽ ഒത്തുകൂടും. അങ്ങാടിയിൽ ഒത്തുകൂടിയതിന് ശേഷം അവർ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. വീടുകളിൽ എത്തി അവർ വാതിൽ മുട്ടി അവരുടെ ഇണകൾ വാതിൽ തുറക്കുമ്പോൾ ആ ഇണകൾ അവരെ ഭർത്താക്കന്മാരെ കണ്ട് അവർ തിരിച്ചു പറയും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നൻ വജമാല, അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങൾ നിങ്ങളുടെ ഭംഗിയും ആസ്വാദനവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വർദ്ധിച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ ഭർത്താക്കന്മാർ ഇണകളെ കണ്ടിട്ടും പറയും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നൻ വജമാല, നിങ്ങളും അതുപോലെ നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ മനോഹാരിത ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയും. ഇത് ഓരോ ആഴ്ചയും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതാണ് സ്വർഗത്തിലെ ആളുകളുടെ അവസ്ഥ. അള്ളാഹു അവരോട് പറയുന്ന മറ്റ് വാചകങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ഖുലുൽ ജന്നത വഅൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിൽ സന്തോഷവാന്മാരായിക്കൊണ്ട് പ്രവേശിക്കുക. യുതാഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്,
സ്വർഗത്തിൽ അവർക്ക് മേൽ ഇങ്ങനെ അവരുടെ അരികിലൂടെ ഇങ്ങനെ ചുറ്റും ചെറിയ കുട്ടികൾ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അവർക്ക് വിഭവങ്ങൾ നൽകിക്കൊണ്ട് പിന്നെ സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളിയുടെയും പാത്രങ്ങളും അതുപോലെ തന്നെ തളികളുമായി അവർക്ക് ചുറ്റും ഇങ്ങനെ നടക്കും. ആ തളികകളും ആ പാത്രങ്ങളും അവർക്ക് ചുറ്റും ഈ കുട്ടികൾ ഇങ്ങനെ നടക്കും. അവർക്ക് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ആളുകൾക്ക് ഖിദ്മത്തിനായി നിശ്ചയിച്ചത് ചെറിയ കുട്ടികളെയാണ്, വലിയ ആളുകളല്ല. കാരണം എന്താ? മനുഷ്യൻ്റെ ത്വബീഅത്തിൽപ്പെട്ടതാണ് ചെറിയ കുട്ടികളോട് എന്തെങ്കിലും ഖിദ്മത്ത് ചോദിക്കുമ്പോൾ അതിനൊരു മടി ഉണ്ടാകൂല അല്ലേ? മുതിർന്ന ആളുകളോട്, കുറച്ച് വലിപ്പമുള്ള ആളുകളോട് എന്തെങ്കിലും ഖിദ്മത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടാൻ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടും മടി ഉണ്ടാകും അല്ലേ? 1-2 തവണ പറഞ്ഞാൽ പിന്നെ ചോദിക്കാൻ മടി ഉണ്ടാകും. പക്ഷെ കുട്ടികളാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്തും പറയാം, അവരോട് എന്തും ചോദിക്കാം, എന്തും ആവശ്യപ്പെടാം, എന്ത് സേവനം അവരോട് അങ്ങനെ ആവർത്തി ചോദിക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിദ്മത്തിനായി കുട്ടികൾ അവിടെ നിശ്ചയിച്ചത് എന്നാണ്. ഈ കുട്ടികൾ ഇങ്ങനെ അവർക്ക് ചുറ്റും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാദപാത്രങ്ങൾ അതുപോലെ തന്നെ തളികകൾ അതുമായി ഇങ്ങനെ ചുറ്റി നടക്കുമെന്നാണ്. മാത്രമല്ല ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ്, ആ സ്വർഗത്തിൽ അവർക്ക് ആവശ്യമുള്ളത്, അവർ കൊതിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവിടെ അവർക്കുണ്ടായിരിക്കും. വതലദ്ദുൽ അഅ്യുൻ, അവരുടെ കണ്ണുകൾക്ക് കൺകുളിർമ നൽകുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കും. വഅൻതും ഫീഹാ ഖാലിദൂൻ, അല്ലാഹു അവരോട് പറയും നിങ്ങളിവിടെ സ്വർഗത്തിൽ ശാശ്വതരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്നാണ്. വതിൽകൽ ജന്നത്തു അല്ലതി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾക്ക് ഈ നൽകപ്പെട്ട സ്വർഗം അത് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടതാണ്. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ചതാണ് ഈ സ്വർഗം എന്ന് അള്ളാഹു അവരോട് പറയുമെന്നാണ്. എന്നിട്ട് പറയും ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ, നിങ്ങൾക്ക് ഇവിടെ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്, ധാരാളം കായ്ക്കനികളുണ്ട്, നിങ്ങൾക്കതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഭക്ഷിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്നാണ്. മറ്റു ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, മുത്തഖീങ്ങളായ അല്ലാഹുവിൻ്റെ അടിമകൾ അവർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലായിരിക്കും. ഫീ ജന്നാത്തിൻ വഉയൂൻ, അവർക്ക് അവിടെ തോട്ടങ്ങളും അരുവികളും ഉണ്ടായിരിക്കും. അവരുടെ വസ്ത്രത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് യൽബസൂന മിൻ സുൻദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ, നേർത്ത പട്ടിൽ നിന്നും അതുപോലെ തന്നെ കട്ടിയുള്ള പട്ടിൽ നിന്നും അവർ വസ്ത്രങ്ങൾ ധരിക്കും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും. കദാലിക വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗീയ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കും. ഹൂറുൻ ഐനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും. യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ, അവർ ആ സുരക്ഷിത ബോധത്തോടുകൂടി അവർ സുരക്ഷിതരാണ്, നിർഭയത്വത്തിലാണ് അവർ ഉള്ളത് എന്ന ബോധത്തിൽ അവർക്കിഷ്ടമുള്ള ഫലവൃക്ഷങ്ങൾ, ഫലങ്ങൾ, കായ്ക്കനികൾ അത് അവരങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അവർ ഭക്ഷിക്കും. ലാ യദൂഖൂന ഫീഹൽ മൗത്ത്, അവർക്ക് സ്വർഗത്തിൽ മരണമുണ്ടായിരിക്കുകയില്ല, അവരവിടെ മരണം ആസ്വദിക്കുകയില്ല. ഇല്ലൽ മൗത്തൽ ഊല, ഒന്നാമത്തെ മരണമല്ലാതെ അവർക്ക് വേറൊരു മരണവും അവിടെ ഇല്ല. വവഖാഹും അദാബൽ ജഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. ഫദ്ലൻ മിർ റബ്ബിക ദാലിക ഹുവൽ ഫൗസുൽ അദീം, ഇതൊക്കെ അല്ലാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഫളാണിത്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണിത്. ഒരാളുടെയും അമൽ കൊണ്ട് നേടിയെടുത്ത കാര്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി കാണാം, ലാ യദ്ഖുലുൽ ജന്നത മിൻകും അഹദുൻ ബിഅമലിഹി, ഒരുവനും സ്വർഗത്തിൽ അവൻ്റെ അമൽ കൊണ്ട് പ്രവേശിക്കൂല.
അവനവൻ ചെയ്ത അമല് കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂല് താങ്കളും അങ്ങനെ തന്നെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിപ്പൊതിഞ്ഞത് കൊണ്ടല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അമലുകൾക്കുള്ള പ്രസക്തി എന്താ? അമലുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലെ ഏറ്റവും വ്യത്യാസം ഉണ്ടാകുക. സ്വർഗത്തിലെല്ലാവരും ഒരേ പദവിയിലായിരിക്കും? അല്ല, അവിടെ താഴ്ന്ന പദവിയുണ്ട്, ഉയർന്ന പദവിയുണ്ട് അല്ലേ? അപ്പോൾ ഒരുവൻ്റെ അമലുകൾ അതിൻ്റെ കാര്യം എന്താണ്? അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സ്വർഗത്തിൽ അവൻ്റെ പദവികൾ നിശ്ചയിക്കപ്പെടുക. അതാണ് അമലുകൾ. അതല്ലാതെ ഒരുവനും അവൻ്റെ അമലുകൾ കൊണ്ട് മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഫദ്ലൊന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് സ്വർഗത്തിൽ മരണമല്ല, നരകത്തിലും മരണമല്ല. സ്വർഗക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന വ അഹ്ലുൻ നാരിൻ നാർ. സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകക്കാർ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഒരു ആടിനെ കൊണ്ടുവരും. ആ ആട് അത് മരണമായിരിക്കും. മരണത്തിന് ഒരു ആടിൻ്റെ രൂപത്തിൽ അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാരോടും നരകക്കാരോടും ചോദിക്കും, ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും, അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ആസ്വദിച്ച മരണമാണിത് എന്ന് പറയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാർക്കും നരകക്കാർക്കും മുന്നിൽ വെച്ച് ആ ആടിനെ അറുത്ത് കളയും. എന്നിട്ട് അള്ളാഹു സ്വർഗക്കാരോട് പറയും, സ്വർഗക്കാരെ, നിങ്ങൾക്ക് ഇനി മരണമില്ല, നിങ്ങൾ ഇവിടെ ശാശ്വതരായിരിക്കും. അപ്പോൾ സ്വർഗക്കാരുടെ സന്തോഷവും അവരുടെ സമാധാനവും വർദ്ധിക്കും. നരകക്കാരോട് പറയും, നരകക്കാരെ, ഇനി നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾ ഇവിടെ ശാശ്വതരായിരിക്കും. അപ്പോൾ നരകക്കാരുടെ നിരാശയും ദുഃഖവും വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, സ്വർഗത്തിൽ അവർക്ക് മരണമല്ല. ഈ പറഞ്ഞ സുഖങ്ങളിൽ അവർ കാലാകാലം സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ അവിടെ നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞു, വബശ്ശിരിൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഈമാനുള്ള അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളുണ്ട് എന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖ, അവർക്ക് ഓരോ തവണയും ഓരോ കായ്ക്കനികൾ, ഓരോ സമറത്തുകൾ, ഓരോ ഫലങ്ങൾ അവർക്ക് അവിടെ ഉപജീവനമായി, അവർക്ക് ഫലങ്ങളായി, അവർക്ക് ഭക്ഷണമായി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. ഖാലു ഹാദല്ലദീ റുസിഖനാ മിൻ ഖബൽ, അവർ പറയും, ഇത് തന്നെയാണല്ലോ മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത്. വഉതൂബിഹി മുതശാബിഹ, അവർക്ക് വേറെ കോലത്തിൽ അത് നൽകപ്പെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇവിടെ സ്വർഗത്തിൽ ഫലവർഗ്ഗങ്ങളുണ്ട്, അവിടെ പഴങ്ങളുണ്ട്, അവിടെ അരുവികളുണ്ട്, അതുപോലെ തന്നെ തോട്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ദുനിയാവിലെ കാര്യങ്ങളുമായി പേരിൽ മാത്രമാണ് അതിന് സാമ്യതയുണ്ടായിരിക്കുകയുള്ളൂ, ബാക്കിയെല്ലാം വ്യത്യസ്തമായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അവർക്ക് വ്യത്യസ്ത രുചിയിൽ, വ്യത്യസ്ത കോലത്തിൽ പഴങ്ങൾ, ഫലങ്ങൾ അങ്ങനെ ലഭിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് മടുക്കുകയില്ല. അവർ വിചാരിക്കും, ഇത് തന്നെയാണല്ലോ നേരത്തെയും ലഭിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുമ്പോൾ അത് കഴിച്ചു നോക്കുമ്പോൾ വേറെ കോലത്തിൽ, വേറെ രുചിയിലായിരിക്കും. പണ്ഡിതന്മാർ പറയാണ്, ദുനിയാവിൽ ഇത്തരം സംഗതികൾ പേരിൽ മാത്രമാണ് സാമ്യതയുള്ളത്, പക്ഷേ വേറൊരു കാര്യത്തിലും സാമ്യത ഉണ്ടായിരിക്കുകയില്ല.
പേര് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഫി വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറു, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം പഴങ്ങളിൽ നിന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം. വലഹ്മി തൈരി മിമ്മാ യസ്തഹൂൻ, സ്വർഗ്ഗക്കാരുടെ ഭക്ഷണമാണ്. അവർക്ക് ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസങ്ങൾ അവിടെ അവർക്ക് ലഭിക്കപ്പെടും. വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല, സ്വർഗ്ഗക്കാരുടെ പാനീയം അത് മത്ത് പിടിക്കാത്ത ലഹരിയില്ലാത്ത മദ്യം, അതിൻ്റെ ചേരുവ ഇഞ്ചിയുടെ ചേരുവയുള്ള പാനീയമായിരിക്കും. അതും പിന്നെ മത്ത് പിടിക്കാത്തതായിരിക്കും. അതിൻ്റെ രുചി അത് ഇഞ്ചിയുടെ ചേരുവയുള്ളതായിരിക്കും എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. മനോഹരമായ ഭംഗിയുള്ള കോപ്പകളിൽ അവർക്ക് മത്ത് പിടിക്കാത്ത, ലഹരി ബാധിക്കാത്ത, മടുക്കാത്ത നല്ല പാനീയങ്ങൾ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ അരിവുകളായിരിക്കും സ്വർഗത്തിലുണ്ടായിരിക്കുക. അള്ളാഹു പറഞ്ഞതായി കാണാം, ഫീഹ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിനി, കലർപ്പില്ലാത്ത സ്വച്ഛമായ വെള്ളത്തിന്റെ അരിവുണ്ടായിരിക്കും സ്വർഗത്തിൽ. വ അൻഹാറു മിൻ ലബനിൻ, പാലിന്റെ അരിവുണ്ടായിരിക്കും സ്വർഗത്തിൽ. ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. രുചിയിൽ വ്യത്യാസമില്ലാത്ത പാലിന്റെ അരുവി. വ അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുമ്പോൾ നല്ല ആസ്വാദനം ലഭിക്കുന്ന മദ്യത്തിന്റെ അരുവികൾ ഉണ്ടായിരിക്കും. മത്ത് പിടിക്കുകയില്ല, ലഹരി ഉണ്ടായിരിക്കുകയില്ല. വ അൻഹാറു മിൻ അസലിൻ മുസഫ, അതുപോലെ തന്നെ സ്വച്ഛമായ തേനിന്റെ അരുവിയും സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. വലഹും ഫീഹ മിൻ കുല്ലി സമറത്ത്, അവർക്ക് ആഗ്രഹമുള്ള എല്ലാ സമറത്തുകളും എല്ലാ കായ്ക്കനികളും അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അവർക്ക് ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ ആളുകൾക്കുള്ള അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദ്ദാബ, സ്വർഗത്തിലെ ആളുകൾ അവിടെ സ്വർഗത്തിൽ ഒരു കളവോ വ്യാജവാർത്തയോ അവർ കേൾക്കുകയില്ല. ഇല്ലാ സലാമൻ, സലാം സമാധാനമുള്ള നല്ല വാക്കുകളല്ലാതെ അവർക്ക് അവിടെ അതല്ലാതെ മറ്റൊന്നും കേൾക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. പരസ്പരം കുറ്റപ്പെടുത്തിയുള്ള കുത്തിവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, മോശമായ വാക്കുകൾ, ഇതൊന്നും സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല. സലാമൻ സലാമ, സമാധാനം, സമാധാനം എന്നുള്ള വാക്കുകളല്ലാതെ, നല്ല വാക്കുകളല്ലാതെ അവർ അവിടെ മറ്റൊന്നും കേൾക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഹൂറുൻ ഐൻ, അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതായിക്കാണ് വഹൂറുൻ ഐൻ, അവരുടെ സ്ത്രീകൾ, അവരുടെ ഇണകൾ, ഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുമണികളെ പോലെ ആയിരിക്കും അവർക്കുള്ള ഹൂറുൻ ഐൻ, സ്വർഗീയ സ്ത്രീകൾ. ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, അവർക്ക് മുമ്പ് ആ സ്ത്രീകളെ ഒരു ഇൻസോ ഒരു ജിന്നോ സ്പർശിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അത്രയും വലഹും ഫീഹ അസ്വാജുൻ മുത്തഹറ, പരിശുദ്ധകളായ സ്വഭാവം കൊണ്ടും എല്ലാ നിലക്കും പരിശുദ്ധകളായ സ്ത്രീകളായിരിക്കും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഹദീസുകളിലും ഒരുപാട് സ്വർഗത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഖുദ്സിയായ ഹദീസാണ്, അഅദത്തു ലിഇബാദി സ്സാലിഹീന മാ ലാ ഐനുൻ റഅത്, എൻ്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാണ്. ഇതാണ് പറഞ്ഞത്, സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾ ദുനിയാവുള്ള കാര്യങ്ങളുമായി സാമ്യതയുള്ളത് പേരിൽ മാത്രമാണ്. പക്ഷെ ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അത് വേറെ തന്നെ കാര്യമായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. വലാ ഉദുനുൻ സമിഅത്, അതിനെപ്പറ്റി ഇന്നേ വരെ ഒരു ചെവിയും കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഹൃദയവും
ഇന്നേ വരെ അതിനെക്കുറിച്ച് ഭാവന ചെയ്തിട്ടില്ല. അതുപോലെയുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ അവൻ്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. ഒരു നഫ്സിനും അറിയുകയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച കൺകുളിർമയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയുകയില്ല. അത്രയും വിശിഷ്ടമായതാണ് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന ഫിൽ ജന്നതി ഷജറതൻ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്, യസീറു റാകിബുൽ അൽ ജവാദ് അൽ മുദമ്മറ സരീഅ 100 സനതിൻ മാ യഖ്തഉഹാ. ആ മരത്തിൻ്റെ വലിപ്പം പറയണം. സ്വർഗത്തിൽ ഒരു മരം, അതിൻ്റെ വലിപ്പം എന്താണ്? ഒരു കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി 100 കൊല്ലം അതിവേഗം ആ കുതിരപ്പുറത്ത് എത്ര വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നുവോ ആ വേഗതയിൽ 100 കൊല്ലം അവൻ സഞ്ചരിക്കുകയാണെങ്കിൽ അത്ര കൊല്ലം അവൻ സഞ്ചരിച്ചാലും ആ മരത്തെ, ആ വൃക്ഷത്തെ അവന് മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ല. അത്ര വിശാലമായ ഒരു വൃക്ഷം സ്വർഗത്തിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വർഗത്തിലെ ഒരു മരത്തിൻ്റെ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ലഖാബു ഖൗസിൻ ഫിൽ ജന്നതി ഖൈറും മിമ്മാ തത്ലു അലൈഹി ശംസു ഔ തഖറുബ്. സ്വർഗത്തിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലം, ആ സ്ഥലം അത് ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായതാണ്. നമ്മുടെ ഒരു കാൽപാദം വെക്കാനുള്ള ഒരു സ്ഥലം അത് ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായതാണ്. സ്വർഗത്തിൽ നമ്മളുടെ ഒരു കാൽപാദം വെക്കാനുള്ള അത്ര ചെറിയ സ്ഥലം അത് ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും എല്ലാം ഖൈറായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, അല്ലാഹുവിൻ്റെ റസൂലെ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്വർഗം മാത്രമാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇന്നഹാ ജിനാനുൻ കസീറ, അതൊരുപാടുണ്ട്, ഒരുപാട് പദവികൾ, ഒരുപാട് മർത്തബകളുണ്ട് സ്വർഗത്തിൽ. അതിലേറ്റവും വലിയ പദവി ഏതാണ്? അൽ ഫിർദൗസുൽ അഅല എന്ന പദവിയാണ്. അവിടെയാണ് അമ്പിയാക്കൾ ഉണ്ടായിരിക്കുക. അൽ ഫിർദൗസുൽ അഅല ഏറ്റവും ഉന്നതമായ പദവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നു, വലൗ അന്ന ഇംറഅതൻ മിൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ സ്ത്രീകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്ലഅത് ഇലൽ അർളി, ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ ലഅദാഅത് മാ ബൈനഹുമാ, ആ സ്ത്രീ ഒന്ന് ഭൂമിയിലേക്ക് എത്തി നോക്കിയാൽ ഭൂമി മുഴുവൻ പ്രകാശമുള്ളതായിത്തീരും. വലമലഅത് മാ ബൈനഹുമാ റീഹൻ, അവരുടെ നല്ല ആ ഗന്ധം അത് ഭൂമിയിൽ അത് നിറയും. വലനസീഫുഹാ, അവരുടെ മുഖമക്കൻ, അവൾ ധരിച്ചിരിക്കുന്ന ആ തട്ടം ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഭൂമിയിലുള്ളതിനേക്കാളും ദുനിയാവിനേക്കാളും എല്ലാം ഖൈറായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠത, സ്വർഗത്തിൻ്റെ മഹത്വം, അതിൻ്റെ വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇപ്പോൾ സ്വർഗത്തിൽ എല്ലാവരും ഒരേ സ്ഥലത്തായിരിക്കുകയില്ല. അവരവരുടെ അമലുകൾക്കനുസരിച്ച് ഏറ്റവും വ്യത്യാസം ഉണ്ടായിരിക്കും. ഏറ്റവും ഉന്നതമായ പദവി എന്നാൽ അൽ ഫിർദൗസുൽ അഅലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ താഴ്ന്ന തട്ടിലുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിലുള്ള ആളുകൾ, അവർക്കിടയിൽ ഏറ്റവും വ്യത്യാസം പറയുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി യതറാഊന അഹ്ലൽ ഖുറഫ്, സ്വർഗത്തിലെ ഉന്നത പദവിയിലുള്ള മറ്റു ആളുകളാണ് അഹ്ലുൽ ഖുറഫ്, ഖുറഫിൻ്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ. അവരെ സ്വർഗത്തിൻ്റെ ആളുകൾ, സ്വർഗത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾ ഈ ഖുറഫിൻ്റെ ആളുകളെ നോക്കും. ഏതുപോലെയാണ് നോക്കുക? കമാ തതറാഊനൽ കൗകബ ദുർരിയ ബിൽ ഗാബിറ ഫിൽ ഉഫുഖ്,
ഇന്ന് നമ്മൾ ദുനിയാവിൽ നക്ഷത്രത്തിന് ഏത് രൂപത്തിലാണെന്ന് നോക്കുക, അതുപോലെയായിരിക്കും സ്വർഗത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾ ഏറ്റവും മുകളിലുള്ള ആളുകൾ നോക്കുക. നമ്മൾ പുറത്തിറങ്ങി നക്ഷത്രത്തിന് നോക്കൂലേ, ദുനിയാവിൽ നക്ഷത്രത്തിനങ്ങനെ തല പൊക്കി ആകാശത്തേക്ക് നോക്കി നക്ഷത്രത്തിന് നോക്കുന്നത് പോലെയായിരിക്കും സ്വർഗത്തിലെ താഴെയുള്ള ആളുകൾ ഏറ്റവും മുകളിലുള്ള അഹ്ലുൽ ഖുറഫിനെ നോക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യുനാദി മുനാദിൻ, ഒരു വിളിയാളുണ്ടാകും, ഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദാ, നിങ്ങളിവിടെ ജീവിച്ചു കൊള്ളുക, നിങ്ങൾ ഒരിക്കലും ഇവിടെ മരിക്കുകയില്ല. വഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങൾക്ക് ഇവിടെ പൂർണ്ണ ആരോഗ്യാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കും, നിങ്ങൾ ഒരിക്കലും ഇവിടെ രോഗികളാവുകയില്ല. അപ്പോൾ സ്വർഗത്തിലെത്തില്ല, രോഗമില്ല. വഇന്നലക്കും അൻ തശിബു ഫലാ തഹറമു അബദാ, നിങ്ങൾ ഇവിടെ പൂർണ്ണമായി യുവത്വത്തിനായിരിക്കും ഉണ്ടായിരിക്കുക, നിങ്ങൾ ഒരിക്കലും ഇവിടെ വാർദ്ധക്യം പ്രാപിക്കുകയില്ല. വഇന്നലക്കും അൻ തൻഅമു ഫലാ തബഅസു അബദാ, നിങ്ങൾ ഇവിടെ പൂർണ്ണമായ അനുഗ്രഹങ്ങളിലായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ ഒരു ആസ്വാദനത്തിന് ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല എന്നൊരു വിളിയാളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്തില്ല? വാർദ്ധക്യമില്ല, രോഗമില്ല, അതുപോലെ തന്നെ ഒരു സുഖക്കേടും അവിടെ ഉണ്ടായിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ഒരുവന്റെ വിശേഷണം ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇന്നി ലഅഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹാ വആഖിറ അഹ്ലിൽ ജന്നത്തി ദുഖൂലനിൽ ജന്ന, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം പുറത്തു കടക്കുന്ന, സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ഒരാളെ എനിക്കറിയാം. റജുലുൻ യഖ്റുജു മിനൻ നാരി ഹബ്വൻ, അവൻ നരകത്തിൽ നിന്ന് ഇഴഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഈ വ്യക്തി എന്ത് ചെയ്യും? സ്വർഗത്തിൻ്റെ അടുക്കലേക്ക് പോകും. അപ്പോൾ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞതായി ഇയാൾക്ക് തോന്നിക്കപ്പെടും. അങ്ങനെ ഇയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് പോയിട്ട് പറയും, യാ റബ്ബി വജദ്തുഹാ മൽആ, അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ സ്വർഗം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. അങ്ങനെ ഇയാൾ വീണ്ടും പോകുമ്പോൾ വീണ്ടും സ്വർഗം നിറഞ്ഞു കവിഞ്ഞതായിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്. വീണ്ടും അള്ളാഹുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയും, അള്ളാഹുവേ, സ്വർഗം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്, എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ഫഇന്ന ലക മിസ്ല ദുനിയ വഅശ്റത അംസാലിഹാ, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, നിനക്ക് ദുനിയാവും ദുനിയാവിൻ്റെ 10 ഇരട്ടിയുമുണ്ട്. നോക്കണം, സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആളാണ്. നരകത്തിൽ നിന്ന് അയാൾ നരകത്തിൽ നിന്ന് വരുന്ന സന്ദർഭമൊക്കെ വിശദമായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അയാൾ നരകത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ കരിഞ്ഞ കരിക്കട്ടായിരിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നെഹ്റുൽ ഹയാ എന്നൊരു അരുവിയിൽ അവനിടും. അങ്ങനെ ഒരു ഒത്ത് മുളച്ചു പൊന്തുന്നത് പോലെ, ഒരു ചെടി മുളച്ചു പൊന്തുന്നത് പോലെ അവൻ മുളച്ചു പൊന്തി വരും. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സ്വർഗത്തിൽ പോകാൻ പറയുന്നത്. അല്ലാഹു അവനോട് പറയും, സ്വർഗത്തിൽ ഏറ്റവും അവസാനം കടക്കുന്ന ഒരു വ്യക്തിയുടെ ദർജയാണ്, അവന് ദുനിയാവും ദുനിയാവിൻ്റെ 10 ഇരട്ടിയുമുണ്ട്. എന്താണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ? വിശാലമായ ദുനിയാവ്, അതിൻ്റെ 10 ഇരട്ടിയും അവന് ദുനിയാവിലുണ്ടായിരിക്കും. സ്വർഗത്തിൽ അവസാനം കടക്കുന്നവൻ്റെ പ്രതിഫലം ഇതാണ് എങ്കിൽ അവന് മുൻകടന്ന ആളുകളുടെ പ്രതിഫലം എന്തായിരിക്കും? അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്നത് എന്തായിരിക്കും? ഈ വ്യക്തിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ
അവനിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹു അള്ളാഹു എന്നെ നീ പരിഹസിക്കുകയാണോ, അള്ളാഹു എന്നെ കൊണ്ട് നീ ചിരിക്കുകയാണോ, വഅൻതൽ മലിക്, നീ മലിക്കാണ്, രാജാതിരാജനാണ്, അള്ളാഹു നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഈ വ്യക്തി തിരിച്ചു പറയുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചിരിച്ചു എന്നാണ്. അവിടുത്തെ അണപ്പല്ല് വെളിവാകുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചിരിച്ചു എന്നാണ്. മറ്റൊരു റിവായത്തിൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദാലിക അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗത്തിന്റെ ഏറ്റവും താഴെയുള്ള ആളുടെ മൻസില, അവന്റെ സ്ഥാനം ഇതാണ് എന്നാണ്. ദുനിയാവിന്റെ 10 ഇരട്ടി. മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ചില റിവായത്തുകളിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. എങ്ങനെയെന്നറിയും, സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ആളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ആഗ്രഹിച്ചു കൊള്ളാൻ പറയും. തമന്ന, നീ ആഗ്രഹിച്ചു കൊള്ളു, ഇഷ്ടമുള്ളത് ആഗ്രഹിക്കുക. അപ്പം ഫയതമന്ന, അവനങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അവനങ്ങനെ ആഗ്രഹിക്കും, അവൻ ആഗ്രഹിക്കേണ്ടതെല്ലാം ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചു കഴിയും. അങ്ങനെ അള്ളാഹു വീണ്ടും അവന് ഓർമ്മപ്പെടുത്തി കൊടുക്കും, തമന്ന കദ വ കദ, ഇന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു എന്ന്. അവൻ ആഗ്രഹിക്കാത്ത പലതും അള്ളാഹു അവനെ ആഗ്രഹിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫയതമന്ന, അങ്ങനെ അവൻ ആഗ്രഹിക്കും. ഹത്താ ഇദൻ ഖതഅത് ബിഹിൽ അമാനി, അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കും. അവൻ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും അവസാനം വരെ അവൻ ആഗ്രഹിക്കും. പോരാത്തതിന് പകരം അള്ളാഹു അവന് പലതും ഓർമ്മിപ്പിച്ചു കൊടുക്കും ചെയ്യും. എന്നിട്ടും ആഗ്രഹിക്കും. എന്നിട്ട് ആഗ്രഹങ്ങളൊക്കെ നിൽക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹു പറയും, ഈ ആഗ്രഹിച്ചതും അതിന്റെ 10 ഇരട്ടി എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഫضലാണ്. സ്വർഗത്തിൽ അവസാനമായി കിടക്കുന്ന ഒരുവന്റെ അവസ്ഥ അതാണ്. അപ്പൊ അവന് മുൻകിടന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ ഫضലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, യദ്ഖുലു അഹ്ലുൽ ജന്നത്തിൽ ജന്ന ജുർദൻ മുർദൻ മുകഹലീന ബനി 33. സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ജുർദൻ, അവരുടെ ശരീരങ്ങളിൽ ഒന്നും രോമമുണ്ടായിരിക്കില്ല, രോമങ്ങളില്ലാത്തവരായിരിക്കും സ്വർഗക്കാർ. മുർദൻ, അവരുടെ താടികളിലും മുഖത്തും ഒന്നും അവർക്ക് രോമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. മുകഹലീന, അവർ സുറുമ എഴുതപ്പെട്ട ആളുകൾ ആയിരിക്കും. അവരുടെ ഭംഗിയുടെ വർധനവിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരുടെ മുഖത്തോ ഒരു ശരീരങ്ങളിലോ ഒന്നും രോമം ഉണ്ടായിരിക്കൂല. മാത്രമല്ല അവർ സുറുമ എഴുതപ്പെട്ട ആളുകളായിരിക്കും. ബനി 33, സ്വർഗത്തിലെ എല്ലാ ആളുകളും 33 വയസ്സ് പ്രായത്തിന്റെ ആളുകളായിരിക്കും. എല്ലാ ആളുകളും അതേ പ്രായത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു തലയിലുണ്ടായിരിക്കും. ബനി 33, അവർ 33 വയസ്സുള്ള ആളുകളായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, 33 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് യുവത്വത്തിൻ്റെ ഏറ്റവും പരിപൂർണതയുടെ ശക്തിയുടെ പ്രായമാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആ ഒരു പ്രായം നിശ്ചയിക്കപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ അനുഗ്രഹമെന്നാൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട്. വസിയാദത്തുൻ, അധികരിച്ച ഒരു പ്രതിഫലം കൂടിയുണ്ട്. എന്താ അധികരിച്ച ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ? അത് റബ്ബിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ നമ്മൾ ഇബാദത്ത് ചെയ്ത, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഈ കഷ്ടപ്പെട്ടത്, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇബാദത്തുകൾ ചെയ്തത്, ആരെയാണോ നമ്മൾ ഭയപ്പെട്ടത്, ആരിലാണോ നമ്മൾ ബലമേൽപ്പിച്ചത്, ആരുടെ പ്രതിഫലമാണോ നമ്മൾ ആഗ്രഹിച്ചത്,
ആ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യിബായ, ജമീലായ, ഭംഗിയുടെ പരിപൂർണതയുള്ള, എല്ലാ പരിപൂർണതയുമുള്ള വാഹിദായ ഖഹാറായ റബ്ബിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അധികരിച്ച എന്തെങ്കിലും നന്മകൾ ആവശ്യമുണ്ടോ? അപ്പോൾ സ്വർഗ്ഗക്കാർ പറയും, അലം തുബയ്യിദു വുജൂഹന, അല്ലാഹുവേ ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശമുള്ളതാക്കിയില്ലേ, അതിനെ നീ വെളുത്തതാക്കിയില്ലേ? അലം തുദ്ഖിൽനൽ ജന്നത വതുനജ്ജിനാ മിനൻ നാർ, സ്വർഗ്ഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തില്ല അല്ലാഹുവേ എന്ന് സ്വർഗ്ഗക്കാർ മറുപടി പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയക്ഷിഫുൽ ഹിജാബ്, അവൻ്റെ മറ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്ന് നീക്കും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം, അല്ലാഹുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ അവർക്ക് പ്രിയങ്കരമായ മറ്റൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഇതിന് ശേഷം വരുന്നതാണ്. അള്ളാഹുവിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ അവകാശികൾ അവരാരാണ്? നമ്മൾ പറഞ്ഞു, തൗഹീദുള്ള നന്മകൾ ചെയ്ത ആളുകളാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ. തൗഹീദില്ലാത്ത, മുസ്ലിം അല്ലാത്ത ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സും മുസ്ലിമ, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സും മുസ്ലിമ, മുസ്ലിമായ നഫ്സല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗാവകാശികൾ എന്നാൽ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനെ തിരിച്ചറിയുകയും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് സ്വർഗമുള്ളത്. അവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇതാണ് സ്വർഗത്തിൻ്റെ ഒരു ചുരുങ്ങിയ വിശദീകരണം. നമ്മൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ വിശദീകരണം അത് ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ ഒന്നും അവസാനിക്കാത്തതാണ്, ഒരുപാടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ പരന്നു കിടക്കുകയാണ് സ്വർഗത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങളും സ്വർഗത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളും. ഖുർആൻ അത് വായിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വിശദീകരണങ്ങൾ ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനിയുള്ളത് നരകമാണ്. നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയുടെയും കോപത്തിൻ്റെയും ഭവനമാണ്. ദാറു ഗളബില്ലാഹി വ സഖതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയുടെയും കോപത്തിൻ്റെയും അതൃപ്തിയുടെയും ഭവനമാണ് നരകമെന്ന് പറഞ്ഞാൽ. ആ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളാണ്. ആ ധിക്കാരത്തിൽ ഏറ്റവും വലുത് ശിർക്കാണ്. ആ ശിർക്ക് അത് സംഭവിച്ച ആളുകൾ നരകത്തിൽ ശാശ്വതരായിരിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കും, നരകം അവർക്ക് മേൽ നിർബന്ധമാകും. ശിർക്ക് ചെയ്യുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്ത ആളുകളാണ് നരകത്തിൻ്റെ അവകാശികൾ. അള്ളാഹു പറഞ്ഞു, ഫഅമ്മല്ലദീന ശഖു, ദൗർഭാഗ്യവാന്മാരായ ആളുകൾ, ഫഫിന്നാർ, അവർ നരകത്തിലായിരിക്കും. ലഹും ഫീഹാ സഫീറുൻ വശഹീഖ്, അവർ നരകത്തിൽ അങ്ങനെ അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർ നരകത്തിൽ അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ, അവർ ആ നരകത്തിൽ ശാശ്വതരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നരകത്തിൽ ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ നിന്ദതയിലായിരിക്കും. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, അല്ലാഹുവേ നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഖ്സൈത, അവനെ നീ നിന്ദനാക്കിയിരിക്കുന്നു.
നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അങ്ങേയറ്റം നിന്ദതയാണ്. ആ നരകത്തിൽ അവരെ സഹായിക്കുവാൻ, അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരാളും ഉണ്ടായിരിക്കുകയില്ല. നരകത്തിൽ വഹാദിഹി നാറു ഫീഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, നരകത്തിൽ കഠിനന്മാരായ ശക്തരായ മലക്കുകളായിരിക്കും നരകത്തിൽ ഉണ്ടായിരിക്കുക. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, മുഅ്മിനീങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. കാരണം വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിൽ ഇന്ധനമായി കത്തിയിരുന്നത് ആരാണ്? കല്ലുകളും ജനങ്ങളുമാണ്. നരകത്തിലെ വിറക് എന്ന് പറഞ്ഞാൽ കല്ലുകളും ജനങ്ങളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പരുക്കന്മാരായ കഠിനന്മാരായ മലക്കുകളായിരിക്കും. അവർ അള്ളാഹു പറഞ്ഞ ഒരു കാര്യവും അവർ ധിക്കരിക്കുകയില്ല. അവർ കൽപ്പിക്കപ്പെട്ടതെല്ലാം അവർ അതുപോലെ ചെയ്യുന്ന ആളുകളായിരിക്കും. നരകം അത് അങ്ങേയറ്റം ആഴമുള്ളതാണ്. നരകത്തിന്റെ ഗർത്തം അങ്ങേയറ്റം ആഴമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊരു കാര്യം വന്നു വീണ ഒരു ശബ്ദം സ്വഹാബികൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മാ ഹാദാ, ഈ ശബ്ദം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ, ഇത് ഒരു കല്ല് നരകത്തിലേക്ക് 70 കൊല്ലം മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല് അതിൻ്റെ താഴെ വന്ന് വീണ ശബ്ദമാണ്. ഇപ്പോഴാണ് 70 കൊല്ലം മുമ്പ്, 70 വർഷം മുമ്പ് നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല് നരകത്തിൽ വന്ന് വീണ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. 70 കൊല്ലമായി ഈ കല്ല് നരകത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം അത്രയും ആഴമുള്ള ഗർത്തമാണ് നരകത്തിൻ്റേത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മാത്രമല്ല, നരകം എന്നുള്ളത് വളരെയധികം ഭീതിജനകമായ, വളരെ വീതിയുള്ള, വലുപ്പമുള്ള ഒരു കാര്യമാണ്. നരകം അത് അങ്ങേറ്റം വീതിയുള്ള വലുപ്പമുള്ള കാര്യമാണ്, ഭീതിജനകമാണ് നരകത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, യുഅ്താ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ, പരലോകത്ത് മഹ്ശറിൽ ആളുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണ ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശഫാഅത്ത് ചോദിക്കുകയും അല്ലാഹുവിൻ്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്താൽ വിചാരണ തുടങ്ങുന്ന സന്ദർഭത്തിൽ നരകത്തിനെ പരലോകത്തേക്ക് മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടും. എങ്ങനെയാണ് കൊണ്ടുവരപ്പെടുക? നരകത്തിനെ കൊണ്ടുവരപ്പെടുന്നത് 70,000 കടിഞ്ഞാണിന്മേലാണ് നരകത്തിനെ കൊണ്ടുവരുന്നത്. 70,000 കടിഞ്ഞാണുണ്ടായിരിക്കും നരകത്തിന്. 70,000 കടിഞ്ഞാണിന്മേൽ, ഓരോ കടിഞ്ഞാണിന്മേലും 70,000 മലക്കുകളും ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, 70,000 കടിഞ്ഞാണ് മൊത്തം ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിൻ്റെ മേലും 70,000 മലക്കുണ്ടായിരിക്കും. എന്നിട്ട് ഈ മലക്കുകളൊക്കെ കൂടി നരകത്തിനെ പൊക്കിക്കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? അല്ല, യജുറൂനഹ, അതിനെ വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നരകത്തിനെ വലിച്ചു കൊണ്ടുവരികയാണ്. അപ്പം അത്രയും വീതിയുള്ള കാര്യമാണ് നരകം എന്ന് പറഞ്ഞാൽ. നരകം അതിലങ്ങേയറ്റത്തെ ചൂടായിരിക്കും ഉണ്ടായിരിക്കുക. ഖുർആനിൻ്റെ ആയത്തുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചൂട് കൂടുന്നതിനുള്ള എല്ലാ കാരണവും നരകത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, നരകത്തിലെ വായു അത് ചൂടുള്ളതാണ്. നരകത്തിലെ അന്തരീക്ഷം, വായു അത് ചൂടുള്ളതാണ്. അതുപോലെ തന്നെ അതെന്താണ്, ചൂടുള്ള പുകയുടെ വായുവും അന്തരീക്ഷവുമായിരിക്കും എന്തുണ്ടാകുക, നരകത്തിൽ ഉണ്ടായിരിക്കുക. മാത്രമല്ല, നരകത്തിലെ പാനീയം അതും അങ്ങേയറ്റത്തെ ചൂടുള്ളതാണ്.
അതുപോലെ തന്നെ നരകത്തിലെ തീയും അങ്ങേയറ്റം ചൂടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, നരകക്കാരായ ആളുകൾ ഫീ സമൂമിൻ വഹമീം, അവർ ചുട്ടുപൊള്ളുന്ന പിന്നെ തണലിലും അതുപോലെ തന്നെ കരിമ്പുകയിലുമായിരിക്കും ഉണ്ടായിരിക്കുക. വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം, അവർക്ക് ചുട്ടുപൊള്ളുന്ന വെള്ളവും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ചൂടുള്ള വായുവുമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഒന്നല്ലെങ്കിൽ അങ്ങേയറ്റം തണുപ്പുള്ള വെള്ളം, അതല്ലെങ്കിൽ അങ്ങേയറ്റം ചൂടുള്ള വെള്ളം, ഇതായിരിക്കും അവരുടെ പാനീയം. ഈ രൂപത്തിൽ നരകത്തിലെ ചൂട് കൂടുന്നതിനുള്ള എല്ലാ കാരണവും അവിടെ സംഗമിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഇന്ന നാറന ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നമ്മുടെ ദുനിയാവിലെ തീയിൻ്റെ ചൂട് അതിൻ്റെ മേൽ 69 മടങ്ങ് ഇരട്ടിയാണ് നരകത്തിൻ്റെ ചൂടിനുള്ളത്. മനസ്സിലായോ? നമ്മുടെ ദുനിയാവിലെ തീയിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 69 മടങ്ങ് ഇരട്ടി ചൂടായിരിക്കും നരകത്തിൽ ചൂടിൻ്റേത്. ഓരോ മടങ്ങും തത്തുല്യമായ ചൂടായിരിക്കും. മനസ്സിലായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ 70 ഇരട്ടി ചൂടാണ് നരകത്തിൽ തീയിൻ്റെ ചൂടിനുള്ളത്. ഓരോ മടങ്ങും തത്തുല്യമായ ചൂടായിരിക്കും. നമ്മുടെ ദുനിയാവിലെ ചൂടിനേക്കാൾ, അതിൻ്റെ തീയിൻ്റെ ചൂടിനേക്കാൾ 69 മടങ്ങ് ഇരട്ടി ചൂടാണ് നരകത്തിലെ തീയിൻ്റെ ചൂടിനുള്ളത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നരകം, അതിൻ്റെ വക്താക്കളെ, നരകത്തിൽ പ്രവേശിക്കുന്ന നരകത്തിൻ്റെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ആ നരകം പൊട്ടിച്ചെറുക്കാറാകും. അത് പൊട്ടിച്ചെറുക്കുകയും അത് ഇളകി മറിയുകയും ചെയ്യുമെന്ന് ശുദ്ധ ഖുർആനിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. നരകത്തിൻ്റെ ആളുകളെ കാണുമ്പോൾ ആ നരകം അങ്ങേയറ്റം കോപം കാരണം നരകത്തിൻ്റെ ആളുകളെ കാണുമ്പോൾ അത് തിളച്ചുമറിയും, അത് വിറക്കും എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ, വളരെ ദൂരത്ത് നിന്ന് തന്നെ നരകത്തിൻ്റെ ആളുകൾ നരകത്തിനെ കാണുമ്പോൾ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ, നരകം അങ്ങനെ തിളച്ചുമറിയുന്ന ശബ്ദം അവർക്ക് കാണാൻ സാധിക്കും, ആ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കും. വളരെ ദൂരത്ത് നിന്ന് തന്നെ നരകത്തിനെ കാണുമ്പോൾ ആ നരകത്തിൽ നിന്നുള്ള ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കും. അത് തിളച്ചുമറിയുന്ന ശബ്ദം അവർക്ക് കേൾക്കുവാൻ സാധിക്കും. ആ നരകത്തിൻ്റെ കോപം കാരണം അത് പൊട്ടിത്തെറിക്കും എന്ന് തോന്നിപ്പോകും. തകാദു തമയ്യസു മിനൽ ഗയ്യ്, അതിൻ്റെ കോപം, നരകത്തിൻ്റെ കോപം കാരണം അത് പൊട്ടിത്തെറിക്കും എന്ന് തോന്നിപ്പോകുമാറ് അതങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, തിളച്ചുകൊണ്ടിരിക്കും എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മാത്രമല്ല, നരകത്തിന് 7 വാതിലുകളാണുള്ളത്. വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ 7 അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉൻ മഖ്സൂം. 7 വാതിലുകൾ നരകത്തിനുണ്ട്. ആ ഓരോ വാതിലുകളിലും അതിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നരകത്തിൻ്റെ ആളുകൾ അതിൽ ശാശ്വതരായിരിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ, അവർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അവർ ശാശ്വതരായിരിക്കും. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിക്കുകൾ നരകത്തിൻ്റെ അങ്ങേ തട്ടിലായിരിക്കും, താഴത്തെ തട്ടിലായിരിക്കും മുനാഫിക്കുകൾ ഉണ്ടായിരിക്കുക. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. മുനാഫിക്കുകളും കുഫാറുകളുമായ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനെ വിളിക്കും. വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക, അവർ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട്, മാലിക്കിനെ വിളിച്ചുകൊണ്ട് പറയും, മാലിക്, നിന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുവാൻ വേണ്ടി പറയണം, അഥവാ ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ വേണ്ടി പറയണം എന്ന് ആ മലക്കിനോട് അവർ ആവശ്യപ്പെടും. അങ്ങനെ ആ മലക്ക് പറയും, ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങളിവിടെ കാലാകാലം താമസിക്കേണ്ടവരാണ് എന്ന് ആ മലക്ക് അവർക്ക് മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ ഈ ഖുർആനിലെ ഈ ആയത്താണ് ഏറ്റവും ഖേദമുണ്ടാക്കുന്ന, നരകക്കാർക്ക് ഏറ്റവും ഖേദമുണ്ടാക്കുന്ന ആയത്ത് ഇതാണ്. ഒരുപാട് കാത്തിരുന്നു കൊണ്ടാണ് അവർ ആ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുന്ന മറുപടി ഏറ്റവും നിരാശകരമായ മറുപടിയാണ്. നിങ്ങളിവിടെ ശാശ്വതരായിരിക്കും എന്ന മറുപടിയാണ്. ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു, അവരവിടെ എന്ത് ചെയ്യൂല, മരിക്കപ്പെടുകയില്ല. അവർക്ക് അവിടെ മരണം വിധിച്ചുകൊണ്ട് അവർ മരണപ്പെടുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അവർ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും ലഘൂകരിക്കപ്പെടുകയോ ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, അവർ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യില്ല. അവർ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും നരകത്തിലുണ്ടായിരിക്കുക എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. നരകത്തിൻ്റെ ഈ ഒരു ഗൗരവം കാരണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ. നരകത്തിനെ കുറിച്ച് ഞാൻ കണ്ടത്, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ ധാരാളമായി കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലൗ അന്ന ലി ഇത്ലാഉൽ അർളി ദഹബൻ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാഹി ഖബ്ല അൻ അറാഹ്. നരകത്തിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കി അദ്ദേഹം പറയാണ്, ഭൂമി മുഴുവൻ എനിക്ക് സ്വർണമുണ്ടായിരുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ ശിക്ഷ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ആ ഭൂമി മുഴുവനുള്ള സ്വർണവും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ധാരാളം അമലുകൾ ചെയ്യുന്നവനായിരിക്കെ ഈ രൂപത്തിൽ നരകത്തിനെ പേടിച്ചിട്ടുണ്ട് എങ്കിൽ തിന്മകൾ ചെയ്യുന്ന നമ്മൾ എത്രത്തോളം നിർഭയത്വത്തിലാണ്, നരകത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ധൈര്യത്തിലാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ അസർ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ധാരാളമായി കരഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് താങ്കൾ ധാരാളമായി ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അഖാഫു അയ്യുൽഖിയനി ഫിന്നാരി വലാ യുബാലി, പരലോകത്ത് എനിക്കൊരു പരിഗണനയും ലഭിക്കാതെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന പേടി കാരണമാണ് ഞാൻ കരഞ്ഞത് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നോക്കൂ, മുൻഗാമികൾ അങ്ങേയറ്റം നരകത്തിനെ പേടിച്ചിരുന്നു. അവർ ധാരാളം അമലുകൾ ചെയ്യുന്നവരായിരിക്കെ കൂടിയും അവർ നരകത്തിനെ പേടിച്ചിരുന്നു. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അതിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളതാണ്. നരകപ്രവേശനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളതാണ്. وَمَن يَعْصِ اللَّهَ وَرَسُولَهُ وَيَتَعَدَّ حُدُودَهُ يُدْخِلْهُ نَارًا خَالِدًا فِيهَا. അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ ധിക്കരിക്കുന്നത്, അള്ളാഹുവും റസൂലും നിശ്ചയിച്ച അതിർവരമ്പുകൾ ആരാണോ ലംഘിച്ച് കിടക്കുന്നത്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ശാശ്വതനായിക്കൊണ്ട് പ്രവേശിപ്പിക്കുന്നതാണ്. വലഹു അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യതയുള്ള ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്ത്, ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഫഇല്ലം തജിദു, ഇനി ഒരു കാരക്ക ചീന്തെങ്കിലും നമ്മളെ കയ്യിലില്ല എങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബത്തിൻ, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
നമ്മൾ ശ്രദ്ധിക്കുക. നരകം എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്. ആ നരകത്തിൽ ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അവന് താങ്ങാൻ സാധിക്കുകയില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ വക്താക്കളിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരുവൻ ഒരു ദിവസം 3 തവണ സ്വർഗത്തിനെ അള്ളാഹുവിനോട് ചോദിച്ചാൽ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവന് വേണ്ടി ശുപാർശ തേടും. അള്ളാഹുവേ, ഇവനെ നീ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയും. ഒരുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു ദിവസം 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ നരകം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, അള്ളാഹുവേ, ഇവനെ നീ എന്നിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാണ്. സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നമ്മൾ മുന്നേറുക. നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് രക്ഷ തേടുന്നതിനോടൊപ്പം നരകത്തിൽ പ്രവേശിപ്പിക്കുവാൻ കാരണമാകുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക, തൗബ ചെയ്ത് മടങ്ങുക, ധാരാളമായി തൗബകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. തൗഹീദ് മുറുകെ പിടിക്കുക. തൗഹീദാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം. സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം തൗഹീദാണ്. ആ തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലും സുന്നത്തിലുമായി നമ്മളെ ഒരുമിപ്പിച്ച് മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ ആളുകളായി നാളെ സ്വർഗത്തിൽ നമ്മളെ ഇതുപോലെ ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم ادخلنا الجنة ونجنا من النار. اللهم ارزقنا الجنة ونجنا من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. وهذا والله تعالى أعلى وأعلم. وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.